അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ റെസ്റ്റും കഴിഞ്ഞ് നമ്മളെ ഷോപ്പിലേക്ക് കയറാണ് ഇപ്പൊ. പിന്നെ നമ്മൾ 2 ദിവസം മുന്നേ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതിലും നമുക്ക് നല്ല റെസ്പോൺസ് ആക്കി. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. 2 ദിവസം മുന്നേ വന്ന പോലെ നമുക്ക് ഇന്നും കുറച്ച് സാധനം വന്നിട്ടുണ്ട്. അത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കനും അതിന്റെ അടുക്കൊന്ന് റെസ്റ്റിന് പോയി വന്നതാ. അതാണ് നമ്മളെ പണി ഇവിടെ ബാക്കിയായി കിടക്കും. പിന്നെ നമ്മളെ പണിയിലേക്കാട്ട് കടക്കും. ആദ്യം തന്നെ നമ്മള് കിണികിണി അടിക്കുന്ന സാധനം എടുത്തു. അത് ഇട്ടില്ലെങ്കിൽ സീനാണ്. പിന്നെ നമ്മളെ പെട്ടികളൊക്കെ ഒന്ന് പൊട്ടി നമ്മളെ ടാഗ് ഇടുന്ന പരിപാടികളൊക്കെ തുടങ്ങി. അതിന്റെ അടുക്കാണ് ഞാനൊരു കാര്യം, ഞാൻ ദുബായിലേക്ക് വരാൻ നാട്ടിൽ നിന്ന് ലോൺ കൊടുത്തിട്ട് അങ്ങോട്ട് വന്നു. ഞാനിപ്പോ ഇവിടെ എത്തിട്ടോ 1 വർഷം. ആ പൈസ ഇതുവരെയായിട്ടും കൊടുത്തും കഴിഞ്ഞു. ഞാനിപ്പോഴും ദുബായിലേക്ക് വന്ന ലോൺ അടിച്ചു. ഈ ലോൺ അടിക്കാനാണ് ഞാൻ അങ്ങോട്ട് എന്തിനാ വന്നതെന്ന് ഞാൻ വീട്ടുകാരോ ചോദിക്കുന്നത്. ഓലാണ് ഇങ്ങോട്ട് ഉന്തി പറഞ്ഞേച്ച്. പിന്നെ അത് ഓർത്ത് നമ്മളെ പണിയും തീർത്ത് നമ്മള് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ കണ്ടൊരു കാഴ്ച നല്ല രസമുണ്ട്. പിന്നെ നമ്മളെ ചായപ്പീടിയെന്ന് ഒരു ചായ വാങ്ങി നമ്മളെ ഷോപ്പിലേക്ക് തന്നെ. അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ അല്ലറച്ചില്ലറ പരിപാടിയിലേക്ക് കടന്നു. ഇവിടെ ആണെങ്കിലും ഒന്നായിട്ട് അലമ്പായി കിടക്കി. പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞപ്പോഴോ ഇവിടെ രാത്രിയായി. വിശന്നിട്ടാണെങ്കിലോ കണ്ണും കാണാണ്ട നടക്കും. ഇപ്പൊ നമ്മളെ മെസ്സിൽ എന്തായിക്കല്ലോ എന്നുള്ള ടെൻഷനിൽ നടന്നോണ്ട് പിന്നെ മെസ്സിലെത്തിയപ്പോഴൊന്ന് സമാധാനം. നല്ല പൊറാട്ടയും ചിക്കൻ കറിയും. പിന്നെ അതിനൊരു നല്ലൊരു വെട്ടലും. നമ്മളെ ഷോപ്പിലേക്ക് തന്നെ കയറി നമ്മൾ അജ്മലിനെ ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ മൊത്തം എന്റെ കൺട്രോളിൽ. അതാണ് എന്റെ ഒരു പേടി. ഹിന്ദിക്കാരൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ. അതിന്റെ ഒരു കുറവുള്ളൂ ഇപ്പൊ എനിക്ക് ഇവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ നമ്മളെ ചെക്കനും നമ്മളെ ഷൂറാക്കിലാണെങ്കിലോ 2 ഷൂവിന്റെ കുറവുണ്ട്. അതൊന്ന് നികത്തിക്കാളാന്ന് വിചാരിച്ചു ഷൂ എടുത്ത് അതിന്റെ മുകളിൽ കിണികിനി നമ്മളെ ഡിസ്പ്ലേയിലേക്കാട്ട് വെച്ചു. അതുകൂടി ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിച്ചു. ഒന്നായിട്ട് താളം തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം. എന്തൊക്കെ ആലോചിക്കുന്ന എനിക്ക് തന്നെ ഒരു നിച്ചല്ലേ. ഒന്നായിട്ട് ഭ്രാന്താവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ ഷോപ്പും നമ്മളാട്ട് ഇറങ്ങി. നമ്മളെ ഇഷാമാണെങ്കിലോ നമ്മളെ ഇറങ്ങാനും കാത്തു ചായ കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള ചായപ്പീടിയെ പോയി 2 ചായയും കുടിച്ച് നമ്മളെ റൂമിലെത്തിയപ്പോഴോ നമുക്ക് അടുത്ത നമ്മളെ ഷായില് ഫുഡ് കഴിക്കാൻ പോവല്ലേ എന്നും പറഞ്ഞു. പിന്നെ ഒരു ബനിയനിട്ട് നമ്മൾ റൂമിൽ നിന്നാട്ട് ഇറങ്ങി. ഷായിലാണെങ്കിലോ നമ്മളെ കാത്തു നിൽക്കും. പിന്നെ നമ്മളെ താഴത്തുള്ള റെസ്റ്റോറന്റ് പോയിട്ട് ഫുഡും കഴിച്ചാട്ട് ഇറങ്ങി. ആദ്യം നമ്മൾ നേരെ പോയി നമ്മളെ സേഫിലേക്ക്. ഇവിടാണ് ഈ ടൈമിന് നല്ലൊരു ചായ. പിന്നെ അതും കുടിച്ച് നമ്മളെ റൂമിലേക്ക് അട്ടു. ഇനി റൂമിൽ പോയിട്ട് വേണം എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കാം. പിന്നെ നല്ലൊരു ഉറക്കവും ഇറങ്ങണം. അപ്പോ ശരി എന്നാ.